KCയെയും RCയെയും എങ്ങനെ അനുനയിപ്പിക്കുമെന്നുള്ളതാണ് പ്രശ്നം. വി ഡി സതീശന് അതിന് വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ? വി ഡി സതീശനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പദം കിട്ടി, പക്ഷേ ആഭ്യന്തര വകുപ്പ് കയ്യിലില്ലാതെ മുഖ്യമന്ത്രി പദം ഒറ്റയ്ക്ക് പൊതുഭരണ വകുപ്പ് മാത്രമായിട്ട് വി ഡി സതീശൻ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? അരുൺകുമാർ, സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ അങ്ങനെ ചെയ്യുന്നത് പതിവല്ല. പക്ഷെ കർണാടകയിൽ അങ്ങനെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ആഭ്യന്തര വകുപ്പ് അങ്ങനെ മുഖ്യമന്ത്രിയല്ല. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. അതിന് മുമ്പൊന്നും അങ്ങനെയായിരുന്നില്ല. കെ കരുണാകരനോ ഒക്കെയുള്ള കാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് കൂടെ അവർ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഉമ്മൻചാണ്ടി വന്നപ്പോഴാണ് അത് വലിയ തർക്കമാകുന്നു. പിന്നീട് ആദ്യം തിരുവഞ്ചൂരും പിന്നീട് രമേശ് ചെന്നിത്തലയൊക്കെ ആഭ്യന്തര മന്ത്രിയായ സാഹചര്യം. സമാന സാഹചര്യം ഉണ്ടാകുമോ എന്നറിയില്ല. ഏതായാലും രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുണ്ട്. രാജ്യസന്നദ്ധയടക്കം രാഹുൽ ഗാന്ധി അറിയിച്ച പശ്ചാത്തലം KC വേണുഗോപാൽ വിഭാഗം സമാന നിലപാടാണ്. അതിൽ അവർ ആവശ്യപ്പെടുക ആഭ്യന്തരം, ധനകാര്യം, റവന്യൂ, ആരോഗ്യം, ടൂറിസം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഇങ്ങനെയുള്ള സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും അവർ ആവശ്യപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിൽ കടുത്ത നിലപാട് സ്വീകരിക്കും. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വനിതകൾക്കൊക്കെ മുന്തിയ പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെടും. കാരണം ഈ 63 കോൺഗ്രസ് MLA-മാരിൽ 48 പേരും KC വേണുഗോപാലിനെ പിന്തുണച്ചവരാണ്. അതുകൊണ്ട് ആ പിന്തുണച്ചവർക്ക് പരമാവധി അവർക്ക് പദവികൾ നേടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി KC വേണുഗോപാലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ നേരിട്ട് ചർച്ച നയിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയിൽ കടുംപിടുത്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി വി ഡി സതീശൻ അനുനയത്തിന് വഴങ്ങുമോ എന്നത് പ്രധാനമാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശന് ഇതിൽ കൂടുതൽ പ്രധാന റോളുണ്ട്. വി ഡി സതീശന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ മന്ത്രിസഭാ രൂപീകരണം അവിടെ മന്ത്രിസഭാ വികസനം അവിടെ നിൽക്കട്ടെ, എല്ലാ വകുപ്പും താൻ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളാം എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയും. പക്ഷേ ഇതിലൊക്കെ ഹൈക്കമാൻഡ് നിർണായക ഇടപെടൽ നടത്തും. ഏതായാലും തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകണം എന്ന തീരുമാനമുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ പോലും അനുനയിപ്പിക്കാനുള്ള ശ്രമം സ്വാഭാവികമായും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ടാകും, ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പൊ ഇന്നും നാളെയൊക്കെയായി നടക്കുന്ന ചർച്ചകൾ പ്രധാനമാണ്. KPCC അധ്യക്ഷന്റെ ക്യാമ്പ് പറയുന്നത് ഇന്ന് തന്നെ മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാകുമെന്നാണ്. അത്രയും ആത്മവിശ്വാസം അവർക്കുണ്ട്. അരുൺകുമാർ.